ഈ ഇഡലി എന്ന് വിളിക്കുന്ന ഇന്നയാളുടെ മകൻ ശരൺചന്ദ്രൻ നിങ്ങൾ അറിയപ്പെടുന്ന റൌഡിയാണ്. നിങ്ങൾ ഈ സാമൂഹ്യ വിരുദ്ധ തടയൽ നിയമം കാപ്പ പ്രകാരം നിങ്ങളെ ചുമത്തിയിട്ടുള്ള നിങ്ങൾ ഈ ഇന്ന അധികാര പരിധിക്ക് വിട്ടു പോകരുത്, അയാളെ സഞ്ചാരപഥം നിയന്ത്രിച്ചിട്ടുണ്ട്. ഏപ്രിൽ 16-ാം തീയതി അയാൾ കാപ്പ ലംഘിക്കുന്ന അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങി കോടതിയുടെ ഗേറ്റിലെത്തിയപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോയി ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടി അദ്ദേഹം ഇപ്പം ഈ കഴിഞ്ഞ ജൂൺ 21 പുറത്തിറങ്ങിയത്. അപ്പൊ ആ കാപ്പ വിദൂരമായ ഒരു കാപ്പയാണ്. കാപ്പയ്ക്ക് എപ്പോഴും അതിനൊരു പീരീഡ് ഉണ്ട്, അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയെന്ന് പറയത്തില്ല. മനസ്സിലായോ? അല്ല, കാപ്പ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെപ്പറ്റി നിങ്ങൾക്ക് ധാരണ. കാപ്പ ഒന്ന് ചുമത്തിയാൽ അതിന് 6 മാസം, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ കളക്ടർ തീരുമാനിച്ചാൽ 1 വർഷം ഒരു പീരീഡ് ഉണ്ട്. അല്ല, ജീവിതകാലം മുഴുവൻ കാപ്പയായിട്ട് ആളും മുദ്ര കുത്തപ്പെടുകയല്ല. അത് RSSന് വേണ്ടിയാണ്. RSSന് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ്. ക്രിമിനലല്ല, ക്രിമിനൽ അയാളൊരു പ്രസ്ഥാനത്തിന്റെ ഏരിയ പ്രസിഡന്റായിരുന്നു. ആ കേസ് എല്ലാവരുടെയും പേരിലുണ്ടല്ലോ. കേസ് എല്ലാവരുടെയും പേര് കേസുണ്ടാവും. അത് പറയട്ടെ, അതെല്ലാം രാഷ്ട്രീയപ്രേരിതമായ കേസുകളാണ്. പൊളിറ്റിക്കൽ കേസ് അല്ല, ഒരു കേസും ഇല്ല. ഇപ്പോൾ അവസാനമായി ഉണ്ടായെന്താ, അതും DFIയുമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഈ മലയാളപ്പുഴയിലെ പാർട്ടി സഹാക്കളൊക്കെ പല പല വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്ക് ഇടുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടി ഇങ്ങനല്ലെന്നൊക്കെ. അങ്ങനെ കാര്യമുണ്ട്. പാർട്ടിക്കാരല്ലല്ലോ, പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് പാർട്ടി നിൽക്കും. പ്രതികളൊന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല. നിങ്ങൾ പ്രതികളെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ലല്ലോ, അത് കോടതിയാണ്. മാധ്യമങ്ങൾ തീരുമാനിക്കുന്നവരെല്ലാം പ്രതികളാവത്തില്ല. പോലീസ് കേസെടുക്കുന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയല്ലല്ലോ. ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല. അതാദ്യം നിങ്ങൾ ബോധ്യമാവണം. അയാളെ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട്. അത് RSSന്റെ രാഷ്ട്രീയമാണ്. ആ RSSന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അയാൾ അതിൽ പ്രതിയായിട്ടുള്ളത്. അതെല്ലാം അയാൾ ഉപേക്ഷിച്ച് അയാൾ അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അയാളുടെ പേരിലൊരു വാർത്തയുമില്ല. അയാൾ പരിശുദ്ധനാണ്. ഇപ്പോഴോ അയാൾ അത് വിട്ടുകഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ക്രിമിനലായി മാറുന്നു. അവരതിൽ ഒരാൾ ഞാൻ ഇതുവരെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അത് നിർത്തിയാലും പിന്നെ അയാൾ പിന്നെ കുഴപ്പക്കാരനാണോ? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ? ഇല്ല, കാപ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് പോലീസ് അവരെ പിന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയെന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക. അത് പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരിക്കലും എടുക്കാനും പാടില്ല. പറയട്ടെ, അത് പോലീസ് എടുക്കുന്ന ഒരു സമീപനം മാത്രമേ ഉള്ളൂ. അത് അയാളൊരു സംഘടനയുടെ ഏരിയ പ്രസിഡന്റാണ്. അയാളെങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാവുന്നത്? സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളെ എങ്ങനെ ഏരിയ പ്രസിഡന്റ് ആക്കുന്നത്? പോലീസ് അങ്ങനൊന്നുമില്ല. അയാൾ കാപ്പ ചുമത്തി അയാൾ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി ഒരാൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുമോ? 15-ലായാലും അയാൾ ജില്ല വിട്ടു പോകേണ്ടി വരും. ആര് പറഞ്ഞു? അതിലെ ജില്ല വിട്ടും തീരുമാനിക്കും. അത് പറയട്ടെ, ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസുകളിൽ നിന്ന് ഇവർ മുക്തമാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അയാളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അയാളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്ന കേസുകളാണ്. മറ്റൊരു കാര്യം, ജില്ലാ ഏരിയ നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ട് രാത്രി 12 മണിക്ക് വാർത്ത കൊടുത്തിട്ട് ഞാനാദ്യം 10:30 ആകുമ്പോൾ കിടന്നു തുടങ്ങും. രാത്രിയിൽ നിങ്ങളിങ്ങനെ വാർത്ത കൊടുക്കുന്നതല്ലേ പറയണമായിരുന്നു. ഞാനങ്ങനെ അറിയുന്നത് നിങ്ങൾ രാത്രി 12 മണിക്ക് വാർത്ത കൊടുത്തിട്ട് പറയുക, രാത്രി 12 മണിക്ക് വാർത്ത കൊടുത്തിട്ട് പറയുകയാണ് അത് പ്രതികരിച്ചില്ല എന്ന് പറയുകയാണ്. അത് ക്രിമിനൽ പറയട്ടെ, അത് ക്രിമിനൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഫലമായി ഉണ്ടാകുന്ന കേസിനെ അല്ല പറയുന്നത്. ഇത് അയാൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഏരിയയിലെ നേതാവായിരുന്നു. ആ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അയാൾ. ഞാൻ ചോദിക്കട്ടെ, ക്രിമിനൽ ആണെങ്കിൽ അയാളെങ്ങനെ ഒരു ഏരിയയുടെ പ്രസിഡന്റ് ആക്കുന്നത്? നമുക്ക് രാവിലെ കഴിക്കാറേ ഉള്ളൂ. പറയട്ടെ, വിവാദം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അയാളെ പാർട്ടിയിൽ നിന്ന്
പിന്നെ 2017 നടപടിയെടുത്ത്. ആ 4 വർഷക്കാലം ഇപ്പോൾ അയാളെ കണ്ണൂർ കമ്മീഷനാണ് അദ്ദേഹത്തെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ കയറ്റാൻ കൊള്ളാതെ എത്ര പേര് മാധ്യമപ്രവർത്തകരുണ്ട്? എത്ര ഉണ്ട്? ഞാൻ കോഴിക്കോട്ട് 6 പേരിൽ പോക്സോ കേസിൽ പ്രതിയല്ലേ? പേര് പറഞ്ഞ് ഞാൻ അവരെ ആക്ഷേപിക്കണോ? പോക്സോ കേസിൽ പ്രതിയായവര് മാധ്യമപ്രവർത്തകരില്ലേ കോഴിക്കോട്? മാധ്യമപ്രവർത്തകർ അത് ഏതിലാ? കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ച കേസിലെ അതെന്താ നിങ്ങൾ പറഞ്ഞില്ലല്ലോ.